സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. ഇത് ചോക്ലേറ്റ് സിറപ്പ് ചേർത്തിട്ട് മുക്കി കഴിക്കാനാണെങ്കിൽ അധികം ടേസ്റ്റി ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇത് വളരെ ബബ്ലിയാണ്, നല്ല സൂപ്പർ സംഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. ഹായ്, നമ്മളിന്ന് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വൈകുന്നേരം ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചു. ഇതിലേക്ക് അല്പം സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഉള്ളവർ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശായിട്ട് മൈദ ചേർത്ത് കൊടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇതൊരു 45 മിനിറ്റ് 1 മണിക്കൂറിനകത്ത് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം, ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി. നമ്മുടെ മാവ് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇത് ആയി. നമുക്കിത് പരത്തിയെടുത്ത് മുറിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കിത് പരത്തിയെടുക്കാം. ഇറുക്കിലുകൊണ്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. സെൻറ്ററിൽ ഇങ്ങനെ നീളത്തിൽ അമർത്തി കൊടുക്കാം.
എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് ഇത്. ചോക്ലേറ്റ് സിറപ്പ് ചേർത്തിട്ട് മുക്കി കഴിക്കാനാണെങ്കിൽ അധികം ടേസ്റ്റി ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇത് വളരെ ബബ്ലിയാണ്, നല്ല സൂപ്പർ സംഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വിഭവമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.